ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കമല വിക്രമിനെ ഭക്ഷണം കഴിക്കാനായി ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് കുറച്ച് ജോലിയുണ്ട് അമ്മേ, നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ് എന്ന് പറഞ്ഞ് അമ്മ കോൾ കട്ട് ചെയ്ത് പോവാണ്. ഇതെല്ലാം വേദ കേൾക്കുന്നുണ്ട്. കമല വേദയെ കണ്ടിട്ടില്ല. അങ്ങനെ വേദ വേഗം കിച്ചണിലേക്ക് ചെല്ലുകയാണ്. ഇതേ സമയം കിച്ചണിലാണെങ്കിൽ നന്ദിനിയും ശ്രീജയും ഉണ്ട്. നന്ദിനി വെറുതെ നിൽക്കുകയാണ്, ശ്രീജ എടുത്ത് കുക്ക് ചെയ്യാണ്. വേദ വന്ന് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നന്ദിനി ഒരു പ്രശ്നത്തിന് വരിക. എന്താ ഉദ്ദേശം? വേദ മൈൻഡ് ചെയ്യില്ല. കേട്ടില്ലേ എന്താ ഇവിടെ പരിപാടിന്ന്? വേദ പറയും, അടുക്കളയിൽ ആരും ബ്രേക്ക് ഡാൻസ് കളിക്കാൻ വരാറില്ലല്ലോ. നന്ദിനി പറയും, അതൊക്കെ കളിക്കുന്നവരുടെ ഇഷ്ടം, പക്ഷെ ഈ അടുക്കളയില് നീ ജോലിക്ക് വരണ്ട, അതാ ഞാനെടുത്ത തീരുമാനം. ഇത് കേൾക്കുന്ന വേദയ്ക്കും ഈ ഞാൻ അതാരാണാവോ ദേ എന്ന് പറഞ്ഞ നന്ദിനി ചെല്ലുമ്പോഴേക്കും ശ്രീചേർത്തി പറയും, ഒന്നും മിണ്ടാതിരിക്കോ നന്ദിനി. നന്ദിനി പറയും, ശ്രീചേർത്തി മിണ്ടാതിരിക്കേ, പണ്ട് അമ്മ ഒന്ന് അഴിഞ്ഞു തന്നോണ്ടാ ഇവള് പാളാവാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ അമ്മയ്ക്ക് ഇവളോട് പഴയ സ്നേഹമൊന്നും ഇല്ലല്ലോ. വേദയ്ക്കും എന്ന് അമ്മ നന്ദിനിയടുത്തിയോട് പറഞ്ഞോ? നന്ദിനി പറയും, എനിക്കറിയാം, അതാരും പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ വേദ പറയും, എന്നാലേ പണ്ടത്തെക്കാളും അച്ഛൻ എനിക്കിപ്പോ വലിയ സപ്പോർട്ടാണ്. നന്ദിനിയടുത്ത് പോരെടുക്കുന്നു അച്ഛനോട് ഞാൻ പറഞ്ഞോളാം, വേണോ? ഇത് കേൾക്കുമ്പോ തന്നെ നന്ദിനി പേടിക്കുന്നുണ്ട്. ശ്രീചേർത്തി പറയും, നന്ദിനി എന്തെങ്കിലും പറഞ്ഞോട്ടെ, വേദയ്ക്ക് വേണ്ടത് ചെയ്തോ. നന്ദിനിക്കും, ഹോ അപ്പൊ അച്ഛന്റെ സപ്പോർട്ട് ഉണ്ടെന്നുള്ള അഹങ്കാരാണല്ലേ നിനക്ക്? അച്ഛന്റെ സപ്പോർട്ട് നിങ്ങളും എടുത്തോ, വേണ്ടത് ഞാൻ പറഞ്ഞോ എന്ന് വേദ പറയുമ്പോ നന്ദിനി ഞെട്ടിപ്പോവും. നിങ്ങളോ? അപ്പൊ നീ വഴക്കുണ്ടാക്കാൻ മനഃപൂർവ്വം ഇങ്ങോട്ട് വന്നതാണല്ലേ? വേദ പറയും, ആട്ടോ മോനെ, ഇപ്പൊ വഴക്കുണ്ടാക്കാൻ വന്നത് ഞാനായോ? ഇത് കേട്ടോ ശ്രീചേർത്തി? അപ്പൊ ശ്രീജ പറയും, നീയല്ലേ നന്ദിനി തുടങ്ങി വെച്ചത്? വേദ പറയും, ഇനിയിപ്പോ വഴക്കുണ്ടാക്കാൻ ഞാനാണ് വന്നതെന്ന് നന്ദിനി എത്തി പറഞ്ഞുണ്ടാക്കിയാലും എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. നീ എന്നെ എന്ത് ചെയ്യും എന്ന് നോക്കുമ്പോ വേദ പറയും, അയ്യോ നന്ദിനിയടുത്ത് ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ വന്നത് വിക്രമിന് ഭക്ഷണം ഉണ്ടാക്കാനാ, അത് ഞാൻ ചെയ്യുകയും ചെയ്യും. അപ്പോഴേക്കും ഇത് കേട്ട് കമല അങ്ങോട്ട് വരും. എന്താ ഇവിടെ? നന്ദിനി പറയും, അമ്മേ ഞങ്ങൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാറുള്ളതല്ലേ, അത് കഴിക്കാൻ വിക്രം വരാറുള്ളതല്ലേ, ഇതാ കണ്ടില്ലേ അവള് അവനുള്ള ഭക്ഷണം പ്രത്യേകം ഉണ്ടാക്കിക്കൊണ്ട് പോവാ പോലും. ഈ വീട്ടില് 2 അടുപ്പ് കൂട്ടാനുള്ള പുറപ്പാടാണേ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പൊ വേദ പറയും, എനിക്കങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. ഇനി മറ്റു ചില ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ച് എന്നോട് വെറുതെ ഓരോന്ന് കാണിക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടത് ഞാൻ ചെയ്യും. അമ്മയെ നോക്കിക്കൊണ്ട് പറയും, ഈ വീട്ടിലെ എന്നോട് ദേഷ്യം കാണിക്കുന്ന പലരും മനസ്സുകൊണ്ട് അറിഞ്ഞ് ചെയ്യുന്നതല്ലെന്ന് എനിക്കറിയാം, പക്ഷേ നന്ദിനി അടുത്ത് അതിൽ പെടില്ല കേട്ടോ. ഏട്ടത്തിക്ക് കുശുമ്പാ, നല്ല മുഴുത്ത കുശുമ്പ് അല്ലേ ശ്രീചേർത്തി? നോക്കുമ്പോ ശ്രീജയും ചിരിക്കും. നന്ദിനി പറയും, അമ്മേ ഈ പറയുന്നത് കേട്ടില്ലേ? നീ നിന്റെ കാര്യം നോക്ക് നന്ദിനി എന്ന് പറഞ്ഞ് കമല അവിടെ നിന്ന് പോവാണ്. വേദയ്ക്ക് ചിരി വരും. കേട്ടില്ലേ, അമ്മ പറഞ്ഞത് കേട്ടല്ലോ, സ്വന്തം കാര്യം നോക്കി ഇവിടുന്ന് ഇറങ്ങി പൊക്കോ. ഇവളെ ഇന്ന് ഞാൻ അമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെയാ, നിക്കങ്ങോട്ട്, ഞാനേ വിക്രമിന് മെഴുക്കുവരട്ടി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദിനിയെ പിടിച്ച് മാറ്റിയിട്ട് വേദ കുക്കിങ്ങിനുള്ള പരിപാടിയിലാണേ. എന്നിട്ട് നന്ദിനിക്ക് ആ ചട്ടം കൊണ്ട് ചെറിയൊരു തല്ല് വെച്ച് കൊടുക്കും. പോയി റൂമിലിരുന്നേ, ഇനി കുറച്ചുകൂടെ കുശുമ്പ് ആലോചിക്കി, ഞാനും ശ്രീചേർത്തിയും കൂടെ ഉച്ചയ്ക്കുള്ളത് തയ്യാറാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ കാണിച്ചു തരാം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാ നന്ദിനി അവിടുന്ന് പോകുന്നത്. എന്നാൽ നന്ദിനിയെ ആ വാതിലിന്റെ മറുകിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കണേ. വേദ കണ്ടിട്ടുണ്ട്, ശ്രീചേർത്തി കണ്ടിട്ടില്ല. നന്ദിനി പോയല്ലോ, ഇനി വേദയ്ക്ക് സമാധാനത്തോടെ കുക്ക് ചെയ്യാം. വേദ പറയും, ആര് പറഞ്ഞു പോയിന്നേ? പോയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാ. ദാ ആ വാതിലിനപ്പുറത്ത് ഒളിഞ്ഞു നിൽപ്പുണ്ടാകും, നമ്മൾ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ, പിടിച്ചെടുക്കാനായിട്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ നന്ദിനി കേൾക്കുന്നുണ്ട്. വേദ പറയും, കാണണോ, ഒരൊറ്റ ഓട്ടത്തിനെ ഞാൻ ഓടിപ്പോയി ആളെ പിടിക്കുന്നത് കാണണോ? നക്ഷത്രം പോലെ അവിടെ നിൽപ്പുണ്ടാകും. ശ്രീചേർത്തി പറയും, അവിടെ ഒന്നും കാണില്ല, എന്നാ നോക്കിക്കോ, റെഡി 1 2 3 എന്ന് പറഞ്ഞ് വേദ ഓടാൻ തുടങ്ങുമ്പോ നന്ദിനി ഇത് കേട്ട് അവിടുന്ന് ഓടാൻ തുടങ്ങുമ്പോ കാല് തന്നെയാണ്ട് താഴെ വീഴാണ്. വേദയും ശ്രീചേർത്തി വരുമ്പോണ്ടാവും നന്ദിനി അവിടെ മൂക്കും കുത്തി താഴെ വീണ് കിടക്കുന്നേ. അയ്യോ, വേദ ചിരിച്ചിട്ട് പറയും, ഞാൻ പറഞ്ഞില്ലേ ശ്രീചേട്ടത്തി, ഇപ്പൊ എങ്ങനെയുണ്ട്? നന്ദിനി പറയും, പോടി എന്ന് പറഞ്ഞ് പതിയെ അവിടെ നിന്ന് എഴുന്നേൽക്കും. കൈ നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്. ശ്രീചേർത്തി വയ്ക്കും, ബാമ വല്ലതും വേണോ നന്ദിനി? വേദയാണെങ്കിൽ നിന്ന് ചിരിക്കും, കാണിച്ചു തരാം, ശരിയാക്കി തരാടി എന്ന് പറഞ്ഞുകൊണ്ട് പിറുവിറുത്തുകൊണ്ട് നന്ദിനി അവിടുന്ന് പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. വർക്ക്ഷോപ്പില് വിക്രം അവിടെ കിടക്കണേ. അനിയൻകുട്ടനൊക്കെ ഫ്രഷ് ആവാണ്. രാജേട്ടൻ പറയും, വാടാ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാം. വിക്രം അനങ്ങുന്നില്ല. നീ എന്താടാ കഴിക്കാൻ വരുന്നില്ലേ? വിക്രം അപ്പോഴും പറയും, എനിക്ക് വേണ്ട. ജോസഫയ്ക്കും, എന്തോ പറ്റി, നീന്ന് വ്രതം എടുത്തിരിക്കുകയാണോ? അനിയൻകുട്ടൻ പറയും, ഞാൻ രാവിലെ മുതൽ നോക്കാ, ഒരു പണിയും ചെയ്യാതെ ഇവൻ രാവിലെ മുതൽ എന്തോ ആലോചിച്ച് കിടപ്പാ. രാജേട്ടൻ പറയും, വീടിന്റെ കാര്യമാണെങ്കിൽ വിട്ടേക്ക്, അച്ഛന്റെ വാശിയൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും. ജോസഫും പറയും, വെറുതെ പട്ടിണി കിടക്കാതെ വാടാ. വിക്രം പറയും, ഞാൻ പറഞ്ഞില്ലേ വരുന്നില്ലെന്ന്, നിങ്ങൾ പൊക്കോ. ഞാൻ വരുന്നില്ല. അങ്ങനെ പറഞ്ഞു നോക്കുമ്പോ ഒരു ഓട്ടോ അങ്ങോട്ട് വരികയാണേ. നോക്കുമ്പോ വേദ. വിക്രമിന് കഴിക്കാനുള്ള ഫുഡും ഇലയൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. വേദയെ കാണുന്നതും വിക്രം ചാടി എഴുന്നേൽക്കും. ഇവളെ വരവ് കണ്ടിട്ട് ഞെട്ടി നിൽക്കണേ. അത് കാണുന്ന അനിയൻകുട്ടൻ പറയും, അത് ശരി, നിനക്കുള്ള ഭക്ഷണം വരുന്നുണ്ടല്ലേ, അതാണ് കാരണം. നിനക്കത് നേരത്തെ പറഞ്ഞ പോരായിരുന്നോ? വിക്രം ചോദിക്കും, ഇതെന്താ ഇങ്ങോട്ട്? കണ്ടില്ലേ ഭക്ഷണം കൊണ്ടുവന്നു. വിക്രം പറയും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ജോസഫ് പറയും, അത് അറിഞ്ഞു ചെയ്യുന്നവളല്ലേടാ ഭാര്യ. വേദ പറയും, അമ്മ വിളിച്ചു,
പക്ഷേ ഉണ്ണാൻ വന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങോട്ട് കൊണ്ടുവരാന്ന് കരുതി. രാജേട്ടൻ പറയും ഇവനിന്ന് അതിനെ ഉണ്ണാവൃത, ഞാൻ വിളിച്ചിട്ടും വരുന്നില്ലെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ മാറ്റിക്കോളാം, നിങ്ങൾ കഴിക്കാൻ ഇറങ്ങാണോ? അവര് പറയും അതെ. എന്നാ നിങ്ങൾ പോയിട്ട് വരൂ, അപ്പോഴേക്കും വിക്രമിന്റെ ഊണ് കഴിഞ്ഞിട്ടുണ്ടാകും. ജോസഫ് പറയും ഓ, ഞങ്ങള് പെട്ടെന്ന് ഒഴിവായി തരണല്ലേ, പ്രൈവസി പ്രൈവസി. ഒന്ന് പോടാ അവിടുന്ന്. വിക്രമിന്റെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അവര് 3 പേരും അവിടുന്ന് പോവാ. അങ്ങനെ വേദ ചെന്നിട്ട് പറയും വരൂ വിക്രം, കഴിക്കാം. വിക്രമിനങ്ങ് ദേഷ്യം പിടിച്ച് നിൽക്കണേ. നിങ്ങൾ എന്തിനാ വിക്രം ഇങ്ങനെ 2 സ്വഭാവം കാണിക്കുന്നത്? തനിച്ചുള്ളപ്പോ നിങ്ങൾ എന്നോട് പെരുമാറുന്ന രീതിയിലേ അല്ല വീട്ടിലുള്ളപ്പോ പെരുമാറുന്നത്. അതിന്റെ കാരണം എന്താ? വിക്രം പറയും ഞാൻ എപ്പോഴും ഒരുപോലെ തന്നെ പെരുമാറാറുള്ളത്. ശരിക്കും എന്ന് നോക്കുമ്പോ വിക്രം തല താഴ്ത്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക. അതിന്റെ കാരണം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പറയട്ടെ, വീട്ടുകാരുടെ മുന്നില് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. താനി മോശളനായ ഒരലമ്പൻ. എന്നോട് ഇത്തിരി അടുപ്പം കാണിച്ചാൽ വീട്ടുകാരുടെ മുന്നില് താനി തല്ലിപ്പൊളിയായി അഭിനയിക്കുന്ന നിങ്ങളുടെ സ്വഭാവം നന്നായി പോയോ എന്ന് അവർക്ക് സംശയം തോന്നും. അത് തോന്നാൻ പാടില്ലല്ലോ, അതല്ലേ കാരണം. വിക്രം ചോദിക്കും ഞാനെന്തിനാ എന്റെ വീട്ടുകാരുടെ മുന്നില് തല്ലിപ്പൊളിയായിട്ട് അഭിനയിക്കണം? വേദ പറയും അതിന്റെ കാരണ എനിക്കും അറിയേണ്ടത്. വിക്രം പറയും അറിയാൻ മാത്രം ഒരു കാര്യവുമില്ല, ഞാനിങ്ങനെയാ അത്ര തന്നെ. വേദ പറയും അല്ല, വിക്രം ഇങ്ങനെയല്ല, ഇത് മനഃപൂർവ്വം കാണിക്കുന്നതാ. നിങ്ങൾ ആരോടോ എന്തിനോടോ ഉള്ള പക കാണിക്കാണ് വിക്രം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോട് പെരുമാറിയത് എന്നോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി ആ ശ്രീകാര്യം ശ്രീനിവാസനോടുള്ള കടപ്പാട് കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ഇത്രയ്ക്ക് വലുത്? എന്തു മാജിക്കാ ആ ശ്രീകാര്യം ശ്രീനിവാസൻ നിങ്ങൾക്ക് മേൽ കാണിച്ചു വെച്ചിരിക്കുന്നത്? വിക്രം പറയും മതി, ഭക്ഷണം അവിടെ വെച്ചിട്ട് തിരിച്ചു പോവാൻ നോക്ക്. വേദ പറയും നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയായെന്ന് ഞാൻ അറിഞ്ഞിരിക്കും, ഉറപ്പായും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. തൽക്കാലം നമുക്ക് ഈ ഭക്ഷണം കഴിക്കാം, എനിക്കൂടെ ഉള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. വിക്രം അപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുമ്പോ വേദ പറയും കാട്ടിലും ഗുഹയിലും വെച്ച് മാത്രമല്ല എവിടെ വെച്ചാണെങ്കിലും വേദയ്ക്കും വിക്രമിനും ഭക്ഷണം പങ്കിടാം, ആരും ഒന്നും പറയില്ല. പോയി കൈ കഴുകിയിട്ട് വാ. ഉള്ളിൽ നിൽക്കുന്ന പുഞ്ചിരി തടയണ്ട, പിന്നെ ഭക്ഷണത്തിന് മുന്നേ ഗൗരവവും കാണിക്കേണ്ട. അപ്പൊ വിക്രം ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കും. കൈ കഴുകിയിട്ട് വാ. അങ്ങനെ വിക്രം കൈ കഴുകാനായിട്ട് പോവാം. അപ്പോഴേക്കും വേദ ഭക്ഷണമൊക്കെ അവിടെ റെഡിയാക്കി വെക്കണേ. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയാണ്. വിക്രമിന്റെയും വേദയുടെയും ആ റൂമുണ്ടല്ലോ, അത് വിക്രം ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്. വേദയും ക്ലീൻ ചെയ്യാൻ വരുമ്പോ വിക്രം പറയും അതെ, നീ ഒന്നും ചെയ്യണ്ട, ഇതെന്റെ വീട്ടുകാർ ഉപേക്ഷിച്ച റൂമാണ്. വേദ പറയും പക്ഷെ അതിനുള്ളിലെ അവരുപേക്ഷിച്ച ഒരാൾ കൂടെ ഉണ്ടല്ലോ, അയാളുടെ ജീവിതത്തിലേക്ക് വന്ന് കയറിയ സ്ഥിതിക്ക് മുറി വിട്ടു പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് വേദയും ക്ലീൻ ചെയ്യാൻ കൂടുക. അങ്ങനെ അവിടെ കർട്ടനൊക്കെ കത്തിപ്പോയിട്ടുണ്ട്. വിക്രം ഒരു തുണിയൊക്കെ എടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ മറക്കുക. ഈ സമയം ശ്രീചേട്ടത്തിയും വിഷവും കൂടെ അങ്ങോട്ട് വരിക. അവരുടെ കയ്യില് ഒരു കവറും ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യാടാ എന്ന് വിഷം ചോദിക്കുമ്പോ തുണി വെച്ച് മറച്ചു കിട്ടണേ. എന്തിനാ നീ ഇങ്ങനെ ചെയ്ത് ഇവിടെ കിടക്കുന്ന? വയറൊക്കെ വലിച്ച് ലൈറ്റ് ഇട്ടല്ലേ? വിക്രം പറയും ആ, എല്ലാം കത്തി നശിച്ചു പോയില്ലേ? വിഷം പറയും എടാ നീ ഞങ്ങളുടെ ഇളയ സഹോദരനാ. വിക്രം അപ്പോഴും അവിടേക്ക് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറം പണിക്ക് അന്യദേശത്തുനിന്ന് വന്ന ആളല്ല. ശ്രീചേട്ടത്തി പറയും ഇനിയിപ്പോ പണിക്കാരനാണെങ്കിൽ പോലും ഇങ്ങനൊരവസ്ഥയിൽ കിടക്കാൻ സമ്മതിക്കാൻ പാടില്ല. വേദ ഇവിടെയാണോ കിടക്കാൻ പോകുന്നത്? വേദ പറയും അതല്ലേ വേണ്ടത്. ശ്രീചേട്ടത്തി പറയും നിങ്ങൾക്ക് ഞങ്ങളുടെ റൂമിൽ കിടക്കാം, അത് മതി. അയ്യോ വേണ്ട ഏട്ടത്തി. വിഷം പറയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന കരുതിയിട്ടാണോ? വിക്രം പറയും എനിക്ക് കിടക്കാൻ ഈ മുറി തന്നെ ധാരാളം, ഇനിയിപ്പോ മുറ്റത്താണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ശ്രീചേട്ടത്തി പറയും പക്ഷേ വേദയ്ക്ക് അത് പോരല്ലോ. അപ്പൊ തന്നെ വേദ പറയും വിക്രം ഉള്ളപ്പോ ഞാൻ എന്തിനാ ഏട്ടത്തി പേടിക്കുന്നത്? ഇനി അഥവാ ആരെങ്കിലും എന്നെ ആക്രമിക്കാൻ വരികയാണെങ്കിലും അന്ന് ചെയ്തതുപോലെ എന്നെ അകത്തിട്ട് പൂട്ടിയിട്ട് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിഷം പറയും നീ പേടിക്കേണ്ട വിക്രം, അധിക ദിവസം ഈ മുറി ഇങ്ങനെ കിടക്കേണ്ടി വരത്തില്ല. വിക്രം പറയും എനിക്കും ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ അച്ഛൻ പറഞ്ഞത് വിശ്വേട്ടൻ കേട്ടതല്ലേ. നിന്റെ കാശല്ലേ അച്ഛന് വാങ്ങിക്കാൻ പറ്റാത്തതുള്ളൂ. ഞാൻ ഈ ചായപ്പ് ശരിയാക്കിയാൽ അത് അച്ഛന് തടയാൻ പറ്റുമോ? ഇല്ലല്ലോ. ശ്രീചേട്ടത്തിയും പറയും അതെ വിക്രം, വിശ്വേട്ടൻ ഈ മുറി ശരിയാക്കാൻ പോവാ. വിശ്വത്തിനെ വിക്രം ഇങ്ങനെ നോക്കും. അതേടാ, ഓഫീസിൽ നിന്ന് കുറച്ച് അഡ്വാൻസ് ചോദിച്ചിട്ടുണ്ട്, തരാന്ന് അവരും പറഞ്ഞു. ഈ മുറി ശരിയാക്കി അത്യാവശ്യം കുറച്ച് ഫർണിച്ചറൊക്കെ വാങ്ങിക്കണം, പിന്നെ ശ്രീജയ്ക്കൊരു മാല, എല്ലാത്തിനും കൂടെ ഒരു ലോൺ അപേക്ഷിച്ചു. ഉടനെ ശരിയാകും. വിക്രം പറയും വിശ്വേട്ടാ അതൊന്നും വേണ്ട, നീ മിണ്ടാതിരിക്കടാ, നമ്മൾ 3 പേര് ഇവിടെ ഉള്ളപ്പോ ഈ വീട് ഇങ്ങനെ കിടക്കുന്നത് ശരിയല്ല. എന്നിട്ട് ശ്രീചേട്ടത്തിയുടെ കയ്യിൽ നിന്ന് ആ പാക്കറ്റ് വാങ്ങിക്കണേ. ദാ വാങ്ങിക്കടാ, നിന്റെ ഡ്രസ്സൊക്കെ കത്തിപ്പോയില്ലേ, ഇത് 3-4 പാൻറ്റും ജീൻസൊക്കെയാണ് എന്ന് പറയുമ്പോൾ തന്നെ വിക്രമിന്റെ മനസ്സാകെ വിഷമത്തിലാവുന്നുണ്ട്. പക്ഷെ വേദയ്ക്ക് ശ്രീചേട്ടത്തിക്കൊക്കെ സന്തോഷമാകും. അങ്ങനെ സന്തോഷവും സങ്കടമൊക്കെ ആയിട്ട് വല്ലാത്തൊരവസ്ഥയില് വിക്രം അത് വാങ്ങിക്കുകയാണ്. നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, പണ്ട് ഈ വീട്ടില് കുട്ടിക്കാലത്ത് അച്ഛൻ എല്ലാവർക്കും ഓണക്കൊടി വാങ്ങിക്കുമ്പോ നിനക്കുള്ളത് അച്ഛൻ തരാൻ ഞാൻ സമ്മതിക്കില്ല, നിനക്ക് മാത്രം ഓണക്കൊടി ഇല്ലെന്ന് പറഞ്ഞ് നീ കരയും. അപ്പോ അത് ഞാൻ വാങ്ങിച്ചതാന്നുള്ള മട്ടില് ഞാൻ തരും. അച്ഛൻ വാങ്ങിച്ചു തന്നില്ലെങ്കിലും എനിക്ക് ഏട്ടനുണ്ടല്ലോ എന്ന് പറഞ്ഞ് നീ എന്നെ കെട്ടിപ്പിടിച്ച് അഭിമാനിക്കും. പക്ഷേ ഒരിക്കലൊരു ഓണത്തിന് അത് പൊളിഞ്ഞു. അച്ഛൻ തന്നെയാണ് ഓണക്കൊടി വാങ്ങിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായി. പക്ഷേ നീ ഇത് പുറത്തു കാണിച്ചില്ല. എനിക്കുള്ളത് ചേട്ടൻ തന്നെ തന്നാ മതിയെന്ന് പറഞ്ഞ് നീ എന്റെ കയ്യിൽ നിന്ന് തന്നെയാ അന്നും ആ ഓണക്കൊടി വാങ്ങിച്ചത്. ഓർമ്മയുണ്ടോ നിനക്ക്? വിക്രമിന്റെ മുഖവും വല്ലാണ്ടാവുന്നുണ്ട്.
പക്ഷേ ഇത് പക്ഷേ അച്ഛൻ വാങ്ങിച്ചതല്ല കേട്ടോ, വിശ്വേട്ടൻ തന്നെ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. വിക്രത്തിനെ സങ്കടം സഹിക്കാനാവാതെ ഓടിച്ചെന്ന് അതുപോലെ തന്നെ വിശ്വത്തെ കെട്ടിപ്പിടിച്ച് കരയണേ. അങ്ങനെ രണ്ടുപേരും കരയുമ്പോൾ ശ്രീചേട്ടത്തിക്കും അതുപോലെ വേദയ്ക്കും ഇത് കാണുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ വിശ്വം പറയും, എടാ നീ റൂമിൽ തന്നെ കിടക്കണം എന്നില്ല കേട്ടോ, ഞങ്ങളുടെ മുറി നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇനി നീ തീരുമാനിക്കും. വരട്ടെ വാ ശ്രീജെ എന്ന് പറഞ്ഞിട്ട് ശ്രീചേട്ടത്തിയെ വിളിച്ച് വിശ്വം അവിടുന്ന് പോവാണ്. അവര് പോയി കഴിഞ്ഞാൽ വേദയ്ക്കും എന്തു പറ്റി, ഉള്ളൊന്ന് പിടഞ്ഞോ, അതുകൊണ്ടാണോ ഇങ്ങനെ കണ്ണീര് വരുന്നത്? കണ്ടില്ലേ വിക്രം, പരസ്പരമുള്ള സ്നേഹവും കെട്ടിപ്പിടുത്തമൊക്കെ ഈ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്, നിങ്ങളത് കണ്ടെടുക്കുന്നില്ലെന്ന് മാത്രം. അതിങ്ങതാ ഞാൻ എടുത്തു വെക്കാം എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് വേദയുടെ ഡ്രസ്സ് വെക്കുന്ന അകത്തുള്ള അലമാരയിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ആ രാത്രിയിലെ വിക്രം അതും ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അവിടെ. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. ശ്രീജയും വേദയും കൂടെ മാർക്കറ്റിലേക്ക് പച്ചക്കറി വാങ്ങിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിറങ്ങണ സമയത്ത് ശ്രീജേർത്തി പറയും, മിക്ക സാധനങ്ങളും പറമ്പിലുണ്ടാവാറുണ്ട്, അച്ഛൻ്റെ ശ്രദ്ധ എത്താത്തത് കൊണ്ട് അതെല്ലാം കരിഞ്ഞു പോയി, ഇപ്പം ഇച്ചിരി സാധനം വാങ്ങിച്ചപ്പോഴേക്ക് 500 കഴിഞ്ഞു. വേദ പറയും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീചേർത്തി? എന്താ വേദ, എന്തിനൊരു മുഖവര? വേദ പറയും, പണ്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാ. അപ്പോഴൊക്കെ ശ്രീചേർത്തി ഒഴിഞ്ഞു മാറി, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാരണം പറയാതെ പോയി. പിന്നെ ഇത്രയും നാളും ഞാനും അതേക്കുറിച്ച് അന്വേഷിച്ചില്ല, എന്തിനാ ഭൂതകാലം ചെയ്യുന്നതെന്ന് കരുതി. പക്ഷേ ഇപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് അറിയണമെന്ന് തോന്നുന്നു. ശ്രീചേർത്തി സത്യം പറയണം, ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്. ശ്രീചേർത്തിക്ക് കാര്യം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. വിക്രമിനെ കുറിച്ചാണോ? വേദ പറയും, അതെ. എന്താ വിക്രമിന് പറ്റിയത്? എന്താ വിക്രം ഇങ്ങനെ ആയത്? എല്ലാം എനിക്കറിയണം. അമ്മയും അച്ഛനും ഒരിക്കലും എന്നോടത് പറയില്ലെന്നറിയാം. ശ്രീചേർത്തിക്കെങ്കിലും എന്നോട് പറഞ്ഞോടെ? ഒരുപക്ഷെ വിക്രമിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞാലോ? ഈ വഴക്കും ഗുണ്ടായിസും ബഹളം ഒന്നുമില്ലാത്ത ഈ സാധാരണ ജീവിതം വിക്രം നയിച്ചു കാണണമെന്ന് നമ്മൾ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നില്ലേ? ശ്രീചേർത്തിയെ വിവാഹം ചെയ്തുകൊണ്ടുവന്ന സമയത്ത് വിക്രം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നാ ശ്രീചേർത്തി പറഞ്ഞിട്ടുള്ളത്, ശരിയല്ലേ? ശ്രീജ പറയും, എന്താ സംശയം? അവനെപ്പോലൊരു കുട്ടി ഈ നാട്ടിൽ കാണില്ല എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? അത് വിക്രമിനെ സംബന്ധിച്ചിടത്തോളം അച്ചട്ടായിരുന്നു. വേദ അത് കേൾക്കുമ്പോൾ ഷോക്കാവും. എന്നിട്ട് എന്താ പറ്റിയത്? എന്നിട്ട് എവിടെ വെച്ചാ താളം തെറ്റിയത്? ശ്രീജ പറയും, പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. വേദ പറയും, നമുക്ക് തിരിച്ചെത്താൻ ധൃതിയൊന്നും ഇല്ലല്ലോ ശ്രീജടത്തി, എനിക്ക് കേൾക്കണം വിക്രമിനെ കുറിച്ചുള്ള എല്ലാ കഥകളും. ശ്രീജ പറയും, നല്ലത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് വേദ. പെൺകുട്ടികളെ വീടിന്റെ വിളക്കെന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ശരിക്കും ആ വീടിന്റെ വിളക്കായിരുന്നു വിക്രം. പിന്നെ എങ്ങനെയായത്? ശ്രീജ പറയും, പറയാം. അങ്ങനെ വേദ പഴയ കഥകൾ പറയണേ. അതായത് വിക്രമിനെ സൈക്കിളിന്റെ ബാക്കിൽ വെച്ചിട്ടാണ് മാഷ് പോയിക്കൊണ്ടിരുന്നത്. വലിയതായതിനു ശേഷവും വിക്രം ചോദിക്കും, ഞാൻ ചവിട്ടണോ അച്ഛാ? എന്തിന്? നിന്നെ ബാക്കിലിരുത്തി ചവിട്ടി പോകാനുള്ള ആരോഗ്യം എനിക്കിപ്പോഴും ഉണ്ട്. ഞാൻ സ്കൂൾ മാഷ് മാത്രമല്ല, ഈ നാട്ടിലെ ഏറ്റവും നല്ല കർഷകൻ, മണ്ണിൽ പണിയെടുക്കുന്ന ആളാ ഞാൻ. അത് സമ്മതിച്ചു, പക്ഷെ അതിനിടയിലെ ഞാൻ സഹായിക്കാൻ വന്നാൽ സമ്മതിക്കില്ലെന്നു മാത്രം. മാഷ് പറയും, നിന്നെ ഞാൻ പഠിപ്പിക്കുന്നതേ മണ്ണിൽ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിന്റെ സ്കില്ല് കൃഷിയിലല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ സമയത്ത് ഫോക്കസ് വിടാൻ പാടില്ല, എന്താണോ ലക്ഷ്യം അത് മാത്രമേ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. മൂത്തത് രണ്ടുപേരും ഇങ്ങനെയായി, നീയെങ്കിലും. വിക്രം പറയും, ആ കാര്യത്തിൽ അച്ഛൻ പേടിക്കണ്ട, അച്ഛൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അച്ചീവ് ചെയ്യും. അങ്ങനെ ഓരോന്ന് പറഞ്ഞാണ് വിക്രത്തിനെ സ്കൂളിലേക്ക് കൊണ്ടുവന്നത്. ഈ സമയത്തായിരിക്കും അവര് ഒരു കടയുടെ അടുത്ത് എത്തുന്നത്. ഇറങ്ങടാ എന്ന് പറഞ്ഞ് ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോകാം. വിക്രം പറയും, എനിക്ക് വേണ്ടച്ചാ. മാഷു പറയും, പരീക്ഷ എഴുതുമ്പോ ബുദ്ധിക്ക് നല്ല കൂർമ്മത വേണം, അതിന് ശരീരത്തിന് എനർജി വേണം. സമയം വൈകി എന്ന് പറഞ്ഞ് രാവിലെ എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്തി ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോയാൽ മതി, ഒരു മാതള ജ്യൂസ്. വിക്രം ചോദിക്കും, അപ്പൊ അച്ഛന് വേണ്ടേ? മാഷു പറയും, എനിക്ക് പരീക്ഷയില്ലല്ലോ. കടക്കാരൻ ചോദിക്കും, മാഷിപ്പോഴും ഇയാളെ സൈക്കിള് കൊണ്ട് നടക്കാണോ? വലുതായില്ലേ, ഇനി മോൻ അച്ഛനെ സൈക്കിളിൽ ഇരുത്തി കൊണ്ടുപോവാം. വിക്രം പറയും, ഞാൻ പറയാറുണ്ട്. അതെങ്ങനെയാ? മാഷിന് ഇപ്പോഴും താൻ ചെറിയ കുട്ടിയാണെന്നാ വിചാരം, അല്ലേ മാഷേ? മക്കൾ എത്ര വലുതായാലും അവര് നമുക്ക് എപ്പോഴും കുട്ടികളല്ലേ നാരായണ? അത് ശരിയാ. പിന്നെ ഇവൻ എനിക്ക് മകനല്ല, എന്റെ കൂട്ടുകാരനാ എന്ന് പറഞ്ഞ് തോളില് കൈയിടണേ. അതും ശരിയാണേ, അതുകൊണ്ടാണല്ലോ എപ്പോഴും തോളില് കൈയിട്ട് നടക്കുന്നത്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ശ്രീജ ഇങ്ങനെ പറയണേ. അച്ഛനെന്ന് പറഞ്ഞതേ വെറുതെ അല്ലാട്ടോ, അവര് ശരിക്കും കൂട്ടുകാരെ പോലെ തന്നെയായിരുന്നു. വേദ പറയും, കേട്ടിട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവരുടെ അപ്പോഴത്തെ ആ അടുപ്പവും ബന്ധവും അറിയാത്ത ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. ആ വീട്ടിലെല്ലാവരും അവനെ തലയിൽ വെച്ചാ വളർത്തിയത്. അമ്മയ്ക്ക് അവനെ ഒരു പെൺകുട്ടിയായിട്ട് കാണാനായിരുന്നു ഇഷ്ടം. ശരിക്കും എന്ന് വേദവയ്ക്കുമ്പോ ശ്രീചേർത്തി പറയും, അതേന്നേ, ചെറുപ്പത്തിലെ അങ്ങനെയൊക്കെ ഒരുക്കിയെടുക്കായിരുന്നു അത്രേ. വേദ പറയും, അങ്ങനെയൊക്കെ വളർത്തിയ ആളാണെന്നേ ഇപ്പൊ കണ്ടാ പറയേയില്ല. സ്കൂളിലും നിറയെ പെൺകുട്ടികളായിരുന്നു വിക്രമിന് കൂട്ട്. സ്കൂളിലെ എല്ലാ ആൺകുട്ടികളും ഫുട്ബോളും ക്രിക്കറ്റും കളിക്കാൻ പോകുമ്പോ വിക്രം പെൺകുട്ടികളോടൊപ്പം കൊത്തങ്കല്ല് കളിക്കാൻ പോവായിരുന്നു അത്രേ. എന്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തും വിശ്വേട്ടനും വിനായകനും അത് പറഞ്ഞ് അവനെ കളിയാക്കാറായിരുന്നു. അപ്പൊ വേദ പറയും, അങ്ങനെ വളർന്നതിന്റെ ഒരു ഗുണം വിക്രമിനുണ്ട്. അതെന്താ? വേദ പറയും, ശ്രീചേർത്തിക്ക് മനസ്സിലായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല,
പെൺകുട്ടികളെ വിക്രമിന് വേഗം മനസ്സിലാവും. അവരനുഭവിക്കുന്ന വിഷമം, പ്രശ്നങ്ങൾ, ആവശ്യങ്ങൾ അതെല്ലാം. ഇത്രയും മാന്യമായി സ്ത്രീകളോട് പെരുമാറുന്ന ഒരാൾ, അങ്ങനെ പെരുമാറുന്ന ആണുങ്ങളെ അപൂർവമായിട്ടേ കാണാൻ കഴിയൂ. ശ്രീചേർത്തി പറയും, അത് ശരിയാ. പണ്ട് അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മകൻ്റെ കൂടെ ഏത് പാതിരാത്രിക്കും ഏത് പെൺകുട്ടിക്കും ധൈര്യമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന, ഒരു നോട്ടം കൊണ്ട് പോലും അവനൊരു തെറ്റും ചെയ്യില്ലെന്ന്. അത് കേൾക്കുമ്പോൾ വേദയ്ക്കും, അല്ല ഈ രാധ എപ്പോഴാ വീടുമായിട്ട് അടുത്തിട്ടുള്ളത്? ശ്രീചേർത്തി ചിരിച്ചിട്ട് പറയും, അത് ശരി, അപ്പൊ അതറിയാനാ കൂടുതൽ തിടുക്കം അല്ലേ? അപ്പൊ വേദ ഒരു കള്ളച്ചിരിയോട് കൂടെ, അവരപ്പോഴേക്കും ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, ചായ കുടിക്കുക. ചായ എടുത്ത് ഇങ്ങനെ കുടിക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്